നമ്മുടെ തിരമാലകളടിക്കുന്ന അസ്തമയ കവാടങ്ങളിൽ പന്തമേന്തിയൊരു വീരവനിത ഉയർന്ന വെളിച്ചമായി നിൽക്കും. തടവിലാക്കപ്പെട്ട മിന്നൽ പിണരാണ് ആ തിരിവെളിച്ചം. അവളുടെ പേര് അഭയാർത്ഥികളുടെ മാതാവ്. നിശബ്ദമായ അധരങ്ങളോടെ അവൾ വിളിച്ചു പറയുന്നു, പഴയ ലോകമേ, നിങ്ങളുടെ പ്രതാപ പെരുമകൾ നിങ്ങൾ തന്നെ വെച്ചുകൊള്ളുക. തളർന്നവരെ, പാവപ്പെട്ടവരെ, സ്വതന്ത്രവായുവിനായി ദാഹിക്കുന്ന നിങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട ജനസഞ്ചയത്തെ എനിക്ക് തരൂ. കൊടുങ്കാറ്റിലകപ്പെട്ട വീടറ്റവരെ എൻ്റെ അടുത്തേക്ക് എത്തിക്കൂ. സ്വർണ്ണ കവാടത്തിനരികെ ഞാൻ എൻ്റെ പന്തമുയർത്തിപ്പിടിക്കുന്നു. മനുഷ്യവംശം പണിതുയർത്തിയ ഓരോ നാഗരികതയും 2 തവണ നിർമ്മിക്കപ്പെട്ടവയാണ്. ആദ്യം അവിടെ തന്നെ ഉണ്ടായിരുന്ന ജനങ്ങളാൽ, രണ്ടാമത് അതിനുശേഷം അവിടെ എത്തിച്ചേർന്ന കുടിയേറ്റക്കാരാൽ. ഇതൊരു വൈകാരികമായ നിരീക്ഷണമല്ല, മറിച്ച് കവിതകൾക്കോ രാഷ്ട്രീയ പ്രകടന പത്രികകൾക്കോ അതീതമായി പരാഗരേണുക്കളുടെ അവശിഷ്ടങ്ങളിലും ജീനോമുകളിലും നികുതി രേഖകളിലും ശ്മശാനങ്ങളിലും ഒരുപോലെ തെളിഞ്ഞു നിൽക്കുന്ന സത്യമാണ്. പാസ്പോർട്ട് കണ്ടുപിടിച്ച മനുഷ്യവർഗം അതിൻ്റെ നിലനിൽപ്പിൻ്റെ സിംഹഭാഗവും അതിർത്തികളോ അതിർവരമ്പുകളോ ഇല്ലാതെയാണ് ജീവിച്ചത്. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച മനുഷ്യൻ്റെ വ്യാപനം 65,000 വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിലും 15,000 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കൻ വൻകരകളിലും എത്തിച്ചേർന്നു. ഇത് ഇന്നത്തെ നയതന്ത്ര കുടിയേറ്റമായിരുന്നില്ല. അപേക്ഷിക്കാൻ സ്വീകർത്താക്കളായ രാജ്യങ്ങളോ കോട്ടകളോ അന്നുണ്ടായിരുന്നില്ല. എന്നാൽ വിഭവങ്ങൾ തേടിയുള്ള യാത്ര, തുടർന്നുള്ള സ്ഥിരവാസം, അതിനുശേഷമുള്ള മറ്റുള്ളവരുടെ ആഗമനമെന്ന ചരിത്രപരമായ മാതൃകയ്ക്ക് തുടക്കമിട്ടു. സ്ഥിരവാസത്തിന് തുടക്കമിട്ട കൃഷി തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റങ്ങൾക്കും വഴിവെച്ചത്. BC 6000-ഓടെ അനറ്റോളിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് കൃഷി വ്യാപിച്ചത് ആശയങ്ങളുടെ കൈമാറ്റത്തിലൂടെ മാത്രമല്ല, കർഷകരുടെ നേരിട്ടുള്ള സഞ്ചാരത്തിലൂടെയുമായിരുന്നു. BC 4000-നും 1000-നും ഇടയിൽ നടന്ന ഇൻഡോ യൂറോപ്യൻ വ്യാപനം പകുതിയോളം ലോകത്തിൻ്റെ ഭാഷാ ഭൂപടം തന്നെ തിരുത്തി. ബാൻഡു വ്യാപനം സബ് സഹാറൻ ആഫ്രിക്കയിലുടനീളം കൃഷിയും ഇരുമ്പ് പണിയും ഭാഷയും എത്തിച്ചു. ഈ സഞ്ചാരങ്ങളൊന്നും അന്നത്തെ ജനങ്ങളോട് ചോദിച്ചല്ല നടത്തിയത്. അവയൊന്നും ഇന്നത്തെ രീതിയിൽ കുടിയേറ്റ പ്രതിസന്ധി എന്ന ചരിത്രം വിശേഷിപ്പിച്ചതുമില്ല. AD 4-5 നൂറ്റാണ്ടുകളിലെ റോമൻ പ്രതിസന്ധി ഗോത്തുകളുടെയും വാൻഡലുകളുടെയും ഹണ്ണുകളുടെയും കുടിയേറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രവും വംശീയവുമായി ഏകീകൃതവുമായ രാഷ്ട്രങ്ങളാണ് ചരിത്രത്തിൻ്റെ ആ സ്വാഭാവിക അവസ്ഥ എന്ന ധാരണ തെറ്റാണ്. അവസ്ഥ എപ്പോഴും സഞ്ചാരമായിരുന്നു. രാഷ്ട്രങ്ങൾ അതിനിടയിലെ ഇടവേളകൾ മാത്രമാണ്. വിദേശികളെ പൗരന്മാരാക്കി മാറ്റുകയും അവരുടെ മക്കളെ അതിർത്തി സംരക്ഷിക്കാൻ ഉപയോഗിക്കുകയും ചെയ്ത വലിയൊരു സംവിധാനമായിരുന്നു റോം. 16-ാം നൂറ്റാണ്ടിനും 19-ാം നൂറ്റാണ്ടിനും ഇടയിൽ 1.25 കോടിയോളം ആഫ്രിക്കക്കാർ അറ്റ്ലാന്റിക് അടിമ വ്യാപാരത്തിലൂടെ അമേരിക്കൻ വൻകരകളിലേക്ക് കടത്തപ്പെട്ടു. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ നിർബന്ധിത ജനസംഖ്യാ കൈമാറ്റമായിരുന്നു അത്. യൂറോപ്യൻ വ്യാവസായിക വിപ്ലവത്തിന് അടിത്തറയിട്ട തോട്ടം സമ്പദ് വ്യവസ്ഥകൾ കെട്ടിപ്പടുത്തതും ഈ അടിമവേലയിലാണ്. 1833-ൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അടിമത്തം നിരോധിച്ചതിനു ശേഷവും കൊളോണിയൽ ഭരണകൂടങ്ങൾ കരാർ തൊഴിലാളികൾ എന്ന പേരിൽ ഇതേ സമ്പ്രദായം തുടർന്നു. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ദശലക്ഷക്കണക്കിന് ആളുകളാണ് മൗറീഷ്യസ്, ഫിജി, കരീബിയൻ ദ്വീപുകൾ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലേക്കൊക്കെ കടത്തപ്പെട്ടത്. മുൻ കോളനികളിൽ നിന്ന് യൂറോപ്യൻ മാതൃരാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം ഒരിക്കലും തുല്യരായ 2 പേർ തമ്മിലുള്ള തൊഴിൽ കരാറല്ല, മറിച്ച് കൊളോണിയസം സൃഷ്ടിച്ച അസമമായ ബന്ധത്തിൻ്റെ തുടർച്ചയാണ്. പാരീസിലെ അൾജീരിയൻ തൊഴിലാളിയും ലണ്ടനിലെ കരീബിയൻ നഴ്സും വെറും ഒരു കുടിയേറ്റക്കാരനല്ല, മറിച്ച് അധിനിവേശത്തിൻ്റെ ചരിത്രപരമായ തുടർച്ചയാണ്. 1846-നും 1940-നും ഇടയിൽ 5.5 കോടിയോളം യൂറോപ്യന്മാരാണ് അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും കുടിയേറിയത്. ഇതേ തുടർന്നാണ് 1892-ൽ ന്യൂയോർക്കിൽ എലിസ് ഐലൻഡ് തുറക്കുന്നതും. എന്നാൽ 1910-ൽ സാൻ ഫ്രാൻസിസ്കോയിൽ തുറന്ന ഏഞ്ചൽ ഐലൻഡ് ഏഷ്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ തടയാനും ചോദ്യം ചെയ്യാനുമാണ് ഉപയോഗിച്ചത്. 1882-ലെ ചൈനീസ് എക്സ്ക്ലൂഷൻ ആക്ട് ഒരു നിർദ്ദിഷ്ട വംശത്തെ പൂർണ്ണമായും വിലക്കിക്കൊണ്ട് പാസാക്കിയ ആദ്യ അമേരിക്കൻ നിയമമായിരുന്നു. വംശീയമായ അതിർത്തി നിയന്ത്രണങ്ങളുടെ തുടക്കമായിരുന്നു അത്. 1924 US ഇമിഗ്രേഷൻ ആക്ട്, ഓസ്ട്രേലിയയുടെ വൈറ്റ് ഓസ്ട്രേലിയ പോളിസി, ദക്ഷിണാഫ്രിക്കയുടെ പാസ് നിയമങ്ങൾ ഇവയെല്ലാം സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഭരണകൂടത്തിൻ്റെ അനുമതി ആവശ്യമുള്ള നിയമപരമായ സംഭവമാക്കി മാറ്റി. 20-ാം നൂറ്റാണ്ടിലെ സാമ്രാജ്യങ്ങളുടെ തകർച്ച ദശലക്ഷക്കണക്കിന് ആളുകളെ രാജ്യങ്ങളില്ലാത്തവരാക്കി മാറ്റി. 1923-ലെ ഗ്രീസ് തുർക്കി ജനസംഖ്യാ കൈമാറ്റം ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു. 1947-ലെ ഭാരത വിഭജനം 1.5 കോടി ജനങ്ങളെ കുടിയൊഴിപ്പിച്ചു.
ഈ സങ്കീർണാവസ്ഥയിൽ നിന്നാണ് 1951 ഐക്യരാഷ്ട്രസഭ അഭയാർത്ഥി കൺവെൻഷൻ ജനിക്കുന്നത്. ആളുകളെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് തിരിച്ചയക്കരുത് എന്ന നോൺ റീഫൗൾമെന്റ് തത്വം അന്താരാഷ്ട്ര നിയമത്തിന്റെ നട്ടെല്ലായി മാറി. UNHCR റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധവും അക്രമങ്ങളും കാരണം ലോകമെമ്പാടും നാടുവിടേണ്ടി വരുന്നവരുടെ എണ്ണം 11.7 കോടി കവിഞ്ഞു. സുഡാൻ, സിറിയ, യമൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലാണ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷമെങ്കിലും ലോക ജനസംഖ്യയുടെ 3.7% ആളുകൾ മാത്രമാണ് അഭയാർത്ഥികൾ. സുഡാനിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന അഭയാർത്ഥിയും മാഞ്ചസ്റ്ററിലെ ഐറിഷ് തൊഴിലാളിയും പാരീസിലെ അൾജീരിയൻ വംശജനും മെഡിറ്ററേനിയൻ കടൽ കടക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനുമെല്ലാം വ്യത്യസ്തമായ കഥകളാണ്. ഒരു അപരിചിതന് ഒരു സമൂഹത്തിലേക്ക് സ്വാഗതം നൽകണോ, ഏത് ഉപാധികളിൽ നൽകണമെന്ന ചോദ്യം നാഗരികതയോളം പഴക്കമുള്ളതാണ്. യുവാൽ നോവ ഹരാരിയുടെ നരവംശാസ്ത്രപരമായ നിരീക്ഷണത്തിൽ കുടിയേറ്റം എന്നത് 2 വ്യത്യസ്ത കരാറുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ആതിഥേയ രാജ്യം കുടിയേറ്റക്കാരന് നൽകുന്നിടവും പകരമായി കുടിയേറ്റക്കാരൻ ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ സ്വീകരിക്കാൻ നടത്തുന്ന സമവായവുമാണിത്. യൂറോപ്പിലും അമേരിക്കയിലും ഇന്ന് നാം കാണുന്ന പ്രതിസന്ധി ഈ പരോക്ഷ കരാർ ഇരുവശത്തു നിന്നും ലംഘിക്കപ്പെടുന്നു എന്നതിനാലാണ്. അനറ്റോളിയയിലെ പച്ചപ്പിലേക്ക് കാൽവെച്ച ആദ്യ കർഷകനിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഇരുട്ടിൽ ചങ്ങലയ്ക്കുള്ളിൽ മരിച്ചു തീർന്ന കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്നും തുടങ്ങി ഇന്നിൻ്റെ അതിർത്തികളിൽ പാസ്പോർട്ടുകളുടെ വിലയില്ലാത്ത കടലാസുകൾക്കായി കണ്ണുനീട്ടുന്ന അഭയാർത്ഥി വരെ മനുഷ്യരാശിയുടെ വിധിസഞ്ചാരം തന്നെയാണ്. സ്വർണ്ണക്കവാടത്തിലെ പന്തങ്ങൾ അണഞ്ഞാലും ചരിത്രത്തിൻ്റെ വഴിത്താരയിൽ ആ വെളിച്ചം അവശേഷിക്കും. മനുഷ്യൻ നിൽക്കുന്നിടത്തല്ല, അവൻ നടക്കുന്നിടത്താണ് ഭാവി ജനിക്കുന്നത്. തോൾസഞ്ചിയിൽ കൈക്കുഞ്ഞുമായി ഓരോ തീരത്ത് എത്തുമ്പോഴും കരയുടെ നുറുങ്ങുവെട്ടത്തിൽ നിന്ന് ഒരു കൈ തന്നിലേക്ക് നീളുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകും.